ആ പാത്രം കഴുകൽ കഴിഞ്ഞാ പറയ്, ഫ്രിഡ്ജില് ചിക്കൻ ഉണ്ട്, ഞാൻ അതെടുത്ത് പുറത്ത് വെച്ചുതരാം. അതിലിത്തിരി മുളകൊക്കെ തിരുമ്മി അവിടെ വെക്കേ. അമ്മനെ പോലെ വൃത്തിയുടെ സ്വഭാവമൊന്നുമില്ല. എന്റെ അച്ഛൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു, അമ്മ ദ്രോഹിച്ചിട്ടാണ്, അമ്മ ദ്രോഹിച്ചിട്ടാണ്. അമ്മ എന്തിനാ അച്ഛൻ ഇങ്ങനെ ആക്കുന്നേ? അച്ഛൻ എന്തിനാ എന്നെ ഇവിടെ ഒറ്റക്കാക്കിട്ട് പോയി? അമ്മ എന്ത് നോക്കിയിരിക്കും? അച്ഛൻ നല്ല രാത്രി ഇവിടെ ഇറങ്ങി പോയതല്ലേ, ഇനി എവിടെ പോയെന്ന് പറഞ്ഞിട്ടാ? അതെ, നിന്റെ അച്ഛമ്മോട് ആരാ ഇവിടെ ഇറങ്ങി പോകാൻ പറഞ്ഞത്? ഞാൻ വലുതും പറഞ്ഞിട്ടാണോ? അവരുടെ അഹങ്കാരം കൊണ്ട് പോയതല്ലേ. ഇതിങ്ങനെ വിട്ടേണ്ടി ശരിയാവില്ല. എനിക്കിപ്പോ എന്റെ അച്ഛനെ വിളിക്കണം. ഫോണിതാ. അച്ഛനോ? അച്ഛനടുത്തത് ആരാ പറഞ്ഞേ? എവിടെയാണ് അമ്മ? എവിടെയാണ് എന്റെ അമ്മ? എടി എന്നോടാ ചോദിച്ചു, എവിടെയാണ് എന്റെ അമ്മ? എടി എന്റെ അമ്മയ്ക്ക് എങ്ങാനും എന്തെങ്കിലും പറ്റിയ എന്റെ സ്വഭാവമായിരിക്കില്ല കേട്ടാ. ശരിയാക്കി തരാടി ഞാൻ നിനക്ക്. എന്താണ് നീ വലിയ ഗൾഫാൻ അമ്മന് വേണ്ടല്ലേ? എന്നാൽ രാത്രി ഇവിടെ ഇറങ്ങിപ്പോ പോയിച്ചാണ് ആ രാവ് കണ്ടതിനെ കൊണ്ട് രക്ഷപ്പെട്ടതാ. അമ്മവാ, രാഘവേട്ടൻ രാത്രിയിൽ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു 11:30 മണിയായപ്പോ. അപ്പം തന്നെ എമർജൻസി ടിക്കറ്റ് എടുത്തിട്ട് പെട്ടെന്ന് ഞാൻ ഇങ്ങോട്ട് പോകുന്നതാ. നമുക്ക് അമ്മയുടെ അടുത്തോട്ട് പോവാം. അമ്മ വേഗം പോ. എന്ത് പറ്റി അമ്മ? എന്ത് പറ്റി? എന്ത് പറ്റി? എന്ത് പറ്റി അമ്മ? അമ്മ എപ്പോഴും എന്നോട് സംസാരിക്കുന്നതല്ലേ? സംസാരിക്കുന്നവള് അയക്കണേ, എനിക്ക് ഫോൺ തരില്ല, എന്റെ മോനെ എനിക്ക് കാണണം പറഞ്ഞിട്ട്. നമുക്ക് വീട്ടിലോട്ട് പോവാം. വീട്ടിലോട്ട് പോവാം. വിഷമിക്കും, നമുക്ക് കരയല്ലേ പ്ലീസ്. ഞാൻ കണ്ടിട്ട് എന്നെ പിടിച്ചു കൊണ്ടുവന്നത് മോനെ. എനിക്ക് വീട്ടിലേക്ക് വരണമെന്നില്ലടാ, ഞാൻ വരുന്നില്ല. എന്തിനു വരുന്ന വീട്ടിലേക്ക്? എന്താ അമ്മേന്റെ വീടല്ലേ, അങ്ങോട്ട് വരുന്നതിനെന്താ? നമുക്ക് അങ്ങോട്ട് പോവാം. രാഘവേട്ട എന്താ പറ്റി? അയ്യോ എന്റെ ജീവ, ഞാൻ ഇന്നലെ രാത്രി കണ്ടത് കൊണ്ടിട്ടാണ് അമ്മ രക്ഷപ്പെട്ടത്. ഞാൻ ഇന്നലെ എന്തോ ഒരു ശബ്ദം കേട്ട് പുറത്തേക്ക് ഇങ്ങനെ വന്ന് നോക്കിയതാ. അപ്പൊ ഉണ്ട് അവിടെ ഒരാൾ നിൽക്കുന്നു. ആദ്യം കണ്ടപ്പോ ഞാനൊന്ന് പേടിച്ചു. എന്താണമ്മ? പിന്നെ നോക്കുമ്പോഴാണ് ഞാൻ അമ്മനെ കാണുന്നത്. ഇതിന് മാത്രം അങ്ങനെ ഞാൻ അമ്മനെ വീട്ടിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ അമ്മനെ കുറെ പ്രാവശ്യമായിട്ട് അമ്മനെ ഞാൻ വിളിച്ചു. അമ്മ ഒരു ഇതിലും അമ്മ വരുന്നില്ല. അമ്മ പറയുന്നത് ഞാനിനി അങ്ങോട്ട് വരുന്നില്ല, എനിക്കിനി ജീവിക്കണ്ട, എനിക്കിനി അവരെ കൂടെ നിൽക്കണ്ട, എന്നെ നിങ്ങൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുവച്ചാക്കി ഏതെങ്കിലും അനാഥയത്തിലെങ്കിലും കൊണ്ടുവച്ചിട്ട് എന്നെ വിട്, ഞാൻ സ്വസ്ഥമായിട്ട് ജീവിക്കട്ടെ എന്നാണ് അമ്മ പറയുന്നത്. അമ്മയ്ക്ക് എന്തെങ്കിലും രക്ഷപ്പെട്ടതാണ്. എന്നോട് പറഞ്ഞാ പോരെ. അമ്മയ്ക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ എന്നോട് വിളിക്കാൻ ആരുടെ ഫോൺ തരുന്ന? എനിക്ക് ഒരു നേരം പോലും ഫോൺ തരില്ല. എന്റെ മനസ്സൗണ്ടൊന്നും എനിക്ക് കേൾക്കണം പറഞ്ഞോട് ഫോൺ തരില്ല മോനെ. അമ്മ രക്ഷപ്പെട്ടതാണ്. അമ്മനെ എങ്ങനെ കൂട്ടിയിട്ട് ജീവൻ കൊണ്ടുപോയിക്കോ. വീട്ടിലോട്ട് ഗൾഫിലേക്ക് തിരിച്ചു പോകും. ഇല്ല. അമ്മ വാ, അമ്മ വന്നേ, ഞാൻ നോക്കിക്കോളാം ബാക്കി കാര്യങ്ങൾ. എണീക്ക് അമ്മ, എണീറ്റ് വാ അമ്മ, എണീക്ക് വാ, നടക്ക്. അമ്മ എന്തെങ്കിലും കഴിച്ചായിരുന്നോ രാഘവേട്ടാ? അമ്മ ഒന്നും കഴിച്ചിട്ടില്ല. അമ്മക്ക് ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണമൊക്കെ കൊടുത്തിരുന്നു, പക്ഷെ അമ്മക്കൊന്നും വേണ്ട. വാ നടന്ന്. അമ്മ ഒന്നും കഴിക്കുന്നില്ല. എന്തൊരു കഷ്ടമാണ് ഇങ്ങനെ. മോളെ, എന്റെ മോള് വിഷമിക്കുന്ന അമ്മയ്ക്ക് അറിയാം. വാ അമ്മ നടക്ക്, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. വാ നടക്ക്. എന്തിനു ശല്യം, അതോടെ പോയിന്ന് വിചാരിച്ചതാ. ഇപ്പൊ വന്നോളും, ഏടനായിട്ട് തല്ലുപിടിപ്പിക്കാൻ വേണ്ടിട്ട് അതൊന്നും ഉണ്ടാക്കും. അമ്മ എവിടേക്കാ പോയത്? ഞാനും മോളും എത്ര നേരം തെരഞ്ഞോന്നറിയോ?
ഒരു വാക്ക് അമ്മയ്ക്ക് പറയായിരുന്നില്ലേ? ഈ മോളെങ്കിലും ഒന്ന് ആലോചിക്കായിരുന്നില്ല അമ്മ? ഞാൻ അമ്മയുടെ അത്ര നന്നായി നോക്കിയതല്ലേ, എന്നിട്ട് എന്തിനാ അമ്മ അങ്ങനെ പോയത്? അമ്മ നല്ല നോക്കിയതാരാണല്ലോ അച്ഛമ്മ പോയ ചാടി മരിക്കാൻ വെക്കുന്നത്. ഇവിടെ നടന്ന എല്ലാം ഞാൻ അച്ഛനോട് പറഞ്ഞു കൊടുക്കും. എന്താ നിന്റെ പ്രശ്നം? നീ എന്തെന്ന് എന്റെ അടുത്ത് പറഞ്ഞോടെ? നീ പോയി ചാടി മരിക്കാൻ പോവാ, ഞാൻ നിന്നെ വിളിച്ചു പോവില്ലേ? ഞാൻ എന്തിനാ അവിടെ വന്നിട്ട് നിങ്ങളെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്നത്? ഇവിടെ എൻ്റെ മോനാണെങ്കിൽ ഒന്നുപോലെ എന്നെ നോക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. ആ കുട്ടി ഇങ്ങനെ സ്വഭാവമായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നത്? നിങ്ങൾക്ക് അവിടെ വന്നത് എനിക്ക് മക്കളും മരുമക്കന്മാരുടെ മുമ്പിൽ ഞാൻ പറയണോ ഏട്ടാ? എല്ലാം സഹിച്ച് ഇരുന്നതാ, മതി, ജീവിതം മതിയാക്കാൻ വേണ്ടി പോയതാ. എങ്ങനെ ആ കുട്ടി വന്ന് രക്ഷപ്പെടുത്തിയത്? എനിക്ക് രക്ഷപ്പെടണമെന്നില്ല. എന്തിനു ഞാൻ ജീവിക്കുന്നത്? ഇനി എന്റെ അവസ്ഥ എന്താവും? ഇനി എന്റെ മോൻ തിരിച്ച് ഗൾഫിൽ പോയി, ഇനി എന്റെ അവസ്ഥ ഇത് തന്നെയല്ലേ? എന്റെ മോനെ കാണാൻ ഒരു ഭാഗ്യമുണ്ടായിരുന്നു എനിക്ക്. ഞാനായിട്ട് ആ പെൺകുട്ടിക്ക് എത്ര അടിയാ കിട്ടുന്നത്. അച്ഛമ്മേ വെള്ളം. ഇത് കാണാണ്ട് എന്തെങ്കിലും എനിക്ക് എടുത്തു കൊണ്ട് തരും അവളെ കാണാണ്ട്. പിന്നെ അതിനെ കെട്ടും അവളെ കൊണ്ട് അടി, അതിന്റെ കരച്ചിലും പറഞ്ഞിട്ട് എനിക്ക് സഹിക്കാൻ വയ്യായിരുന്നു. ഞാൻ അങ്ങനെ ഇറങ്ങി പോയത് അവിടുന്ന്. മോള് നിനക്ക് അച്ഛനെ വിളിക്കുമ്പോ അമ്മേനെ ബുദ്ധിമുട്ടാകുന്നുണ്ട്. അച്ഛാ ഞാൻ എന്തേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കും കിട്ടും, പിന്നെ അച്ഛമ്മൻ അതിനും ദ്രോഹിക്കും. വെള്ളം മുഴുവൻ കുടിക്കണം. മതി മോനെ, മതിയടാ, എനിക്ക് മതി. ഒന്നും വേണമെന്നില്ലടാ. ആ ഉണക്ക ബ്രെഡ് കഴിച്ച് എനിക്ക് വറുത്തെടുത്തിനോട് ഒരു ആഗ്രഹം ഇല്ലാണ്ടായി കേട്ടോ. അച്ഛമ്മക്ക് വെറും വെള്ളവും ബ്രെഡും മാത്രമേ കൊടുക്കലുള്ളൂ. ഇത് ഞാൻ ആരും കാണാണ്ട് എന്തെങ്കിലും കൊടുക്കല. അത് കാരണം അതിനെത്ര അടിയാ കിട്ടുന്നത് മോനെ? ഇനി എന്തിനാ ഞാൻ ഇരിക്കുന്നടാ? എന്തിനാണ് അമ്മ അവളെ അങ്ങോട്ട് വിളിച്ചിരുന്നത്? പെട്ടിയും കിടക്കെടുത്തിട്ട് ഇപ്പൊ ഇറങ്ങിക്കോട്ടെ പിശാച്ച്. എനിക്ക് അവിടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്റെ ഭർത്താവുണ്ടല്ലോ, ഒരു ദിവസം കൊണ്ട് പൊട്ടി പൊളിച്ചിട്ടുണ്ടാവില്ല. നീ കാണുന്ന സൗഭാഗ്യങ്ങളല്ലോ അതെന്റെ പെങ്ങളുടെയും കൂടെ അധ്വാനിച്ചതാ. നീ എന്താ എന്റെ പെങ്ങൾക്ക് കൊടുത്തോണ്ടിരുന്നത്? ബ്രെഡും പച്ചവെള്ളവും. നിനക്കൂല്ലേ അമ്മ? അത് മാത്രല്ല അമ്മാവ, അമ്മ ഇവിടെ കണ്ട കുഴിമന്തിയും ബിരിയാണിയും ഷവായൊക്കെ വാങ്ങി തിന്നിട്ട് അച്ഛമ്മയ്ക്ക് ഒന്നും കൊടുക്കലില്ല. എന്നിട്ട് എനിക്ക് തരുമ്പോ ഞാൻ കാണാതെ കൊണ്ടു കൊടുക്കും. എന്തൊക്കെയാ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മനസ്സിലായോ? അച്ഛമ്മയ്ക്ക് തൈലം വേണം, മറ്റേത് വേണം എന്ന് പറഞ്ഞിട്ട് അച്ഛനെ വിളിച്ചു പറയും. എന്നിട്ട് പൈസ വാങ്ങിയിട്ട് അമ്മന്റെ സാധനങ്ങളും മേക്കപ്പ് സെറ്റും സാധനങ്ങളൊക്കെ വാങ്ങി അമ്മ യൂസ് ചെയ്യും. അച്ഛമ്മയ്ക്ക് ഒരു മര്യാദയ്ക്ക് ഒരു തൈലം പോലും വാങ്ങി കൊടുക്കില്ല. രാത്രി കാലുവേദന എന്ന് പറഞ്ഞിട്ട് ഞാനാ ഒഴിഞ്ഞു കൊടുക്കല്. എടി വൃത്തിയായിട്ടോളെ, ഇപ്പൊ നിന്റെ സാധനങ്ങളെല്ലാം എടുത്തിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിക്കോളണം, അല്ല ഈ ജീവന്റെ അല്ലാത്തൊരു മുഖം നീ കാണും. എടി എല്ലാ മാസവും അമ്മയ്ക്ക് സുഖമില്ലാന്ന് പറഞ്ഞിട്ട് കുറെ ക്യാഷ് നീ എന്നെ കൊണ്ട് അയപ്പിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അതിന്റെ ഒക്കെ കറക്റ്റ് കണക്കും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ട് നിന്റെ സാധനങ്ങളെല്ലാം എടുത്തിട്ട് ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിക്കോ. എങ്ങനെ പൈസ ഉണ്ടാവാനാ? അമ്മന്റെ അമ്മയ്ക്ക് സുഖമില്ലാന്ന് പറഞ്ഞിട്ട് ഇത്രയും സാധനം വാങ്ങി ടാക്സി വിളിച്ച് പോയതല്ലേ. അന്നാണെങ്കിൽ അച്ഛമ്മക്ക് തീരെ സുഖമില്ലേ. പോകുന്ന വഴിക്ക് എന്നെ കൈയും പിടിച്ച് വലിച്ചു കൊണ്ടുപോയി. എന്നിട്ട് അച്ഛൻ എത്ര പൈസ അറിയാം അമ്മ ATM എടുത്ത് അമ്മമ്മക്ക് കൊടുക്കല്? പോകുമ്പോ ഇഷ്ടംപോലെ പൈസ അവർക്ക് കൊടുക്കലുണ്ട്. പിന്നെ എങ്ങനെയാ അച്ഛമ്മക്ക് മരുന്ന് വാങ്ങാൻ അവിടെ പൈസ ഉണ്ടാവുക? ഇതുവരെ നിങ്ങളുടെ അടുത്ത് വല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു? ഇല്ല. നന്നായി കുടുംബം നോക്കില്ലേ? ആ, നന്നായിട്ട് കുടുംബം നോക്കും. നിന്റെ വീട്ടിൽ നിന്ന് വരുമ്പോ കൊണ്ടുവന്നാണ്? അല്ല, പിന്നെ എനിക്ക് പിന്നെ ആരാന്ന്? അമ്മ. എന്നിട്ടാണ് നീ ഇവിടെ എത്ര ദ്രോഹിച്ച്? അതൊന്നും ഇവളോട് പറഞ്ഞിട്ട് കാര്യമില്ല അമ്മാവാ. എനിക്ക് 1.5 വയസ്സുള്ളപ്പോ എന്റെ അച്ഛൻ എന്നെ വിട്ടിട്ട് പോയതാ. അന്ന് മുതൽ എന്റെ അമ്മ എന്നെ വളർത്തി വലുതാക്കാൻ കഷ്ടപ്പെട്ട കാര്യങ്ങളും എല്ലാം ഞാൻ അവളുടെ അടുത്ത് 1000 തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെ,
ഇനി ഞാൻ ദുബായിലോട്ട് തിരിച്ചു പോകുന്ന സമയത്ത് അമ്മേനെ മോളേനെ ഞാൻ കൊണ്ടുപോയിക്കോളാം. അവരെ ഞാൻ നോക്കിക്കോളാം. ഇവളെ അവളുടെ വീട്ടിലും പൊക്കോട്ടെ. അമ്മവാ, ഒരാഴ്ച കൊണ്ട് അമ്മേനെയും കുഞ്ഞിനെയും ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയിക്കോളാം. അതിന് വേണ്ടിയിട്ടുള്ള വിസയും കാര്യങ്ങളെ ഞാൻ എങ്ങനെയെങ്കിലും പെട്ടെന്ന് അറേഞ്ച് ചെയ്യാം. അവൾ അവളുടെ വീട്ടിലും പോയിരിക്കട്ടെ. അറിവില്ല ഇങ്ങോട്ട് പറ്റിപ്പോയത്. ഇനി ഞാനിതൊന്നും ആവർത്തിക്കില്ല. അമ്മാവാ, എന്റെ അറിവില്ല ഇങ്ങോട്ട് പറ്റിപ്പോയത്. ഏട്ടൻ ഇനി ഇങ്ങനെ ഉണ്ടാവില്ല. സാരമില്ല മോളെ, അമ്മയൊരിക്കലും അച്ഛനോട് ഇങ്ങനെ പെരുമാറില്ല. നമ്മൾ അറിവില്ല ഇങ്ങോട്ട് പറ്റിപ്പോയത്. അമ്മ സാരമില്ല ഞാനല്ല അനുഭവിച്ചുള്ളൂ. നിങ്ങൾക്ക് ഈ അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിട്ട് ഞാൻ നിങ്ങളെ ഒന്നും ക്ഷമിക്കാതിരുന്നത്. മക്കളെ മനസ്സിലാക്കണം. നീ ഇത്രയൊക്കെ എന്നോട് ചെയ്തിട്ട് ഞാൻ ഒരു ക്ഷമിക്കുന്ന വാക്ക് നിന്നോട് പറഞ്ഞിട്ടില്ല. ഒരിക്കലും ഓരോ മാതാപിതാക്കൾക്ക് എന്റെ ഗതി വരാതിരിക്കട്ടെ. ഞാൻ ഒരുപാട് അനുഭവിച്ചു. സഹിക്കാൻ വയ്യാതായപ്പോഴാ മരിക്കാൻ തീരുമാനത്തിൽ ഇറങ്ങി പോയത്. ഇവിടുന്ന് എന്റെ മകനെ കണ്ണ് കാണാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. സാരമില്ല, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. അമ്മമാർക്ക് മക്കളോട് ക്ഷമിക്കാനല്ലേ പറ്റുള്ളൂ. പിന്നെ ഒന്ന് മനസ്സിലാക്കണം മോളെ, നീ കാണിച്ച കൂടുന്ന മുഴുവനും ഈ കുട്ടി കണ്ടു വളരുക. നാളെ നിനക്ക് ഈ ഗതി വരാതിരിക്കാൻ വേണ്ടി സൂക്ഷിക്കാം. എന്നെ പോലെ ഒരുപാട് മാതാപിതാക്കൾ അനുഭവിക്കുന്നുണ്ട്. ഓരോ അമ്മമാരും എന്റെ ഗതി വരാതിരിക്കട്ടെ. അമ്മ കരയില് ഇനി എന്റെ ഭാഗത്ത് ഒരിക്കലും ഉണ്ടാവില്ല. ഉറപ്പായിട്ടും ഞാൻ നന്നായി നോക്കിക്കോളാം. ഒരു മക്കളും മാതാപിതാക്കളോട് ഇമ്മാതിരി ക്രൂരത ചെയ്യരുത്.